അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ആദരണീയനായ ഈ ഹിന്ദുത്വ വംശീയത വിരുദ്ധ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി അവர்கள், ഈ സമ്മേളനത്തിൽ സംസാരിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ സുഹൃത്ത് ബാബുവേട്ടൻ, സിനിമ ആക്ടിവിസ്റ്റും സിനിമ നടിയും എഴുത്തുകാരിയുമൊക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട ജോളി ചേച്ചി, മറുവാക്കിൻ്റെ എഡിറ്റർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അംബികേച്ചി, ഈ സമ്മേളനത്തിൽ സംസാരിക്കുവാൻ എത്തിച്ചേരുന്ന ഫിലിം ഡയറക്ടർ കൂടിയായിട്ടുള്ള പ്രശാന്തി ഇഴവൻ, സൂറഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് സിറ്റി സുഹൈബ് സാഹിബ്, ജിയോവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ തമന്ന സുൽത്താന, സംസാരിക്കാനിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ശൂറാംഗം നഹാസ് മാള, ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മളെല്ലാവരിലും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. രാജ്യം ഹിന്ദുത്വ നീതിയുടെ പൊള്ളുന്ന വെയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിനരാത്രങ്ങളിൽ ആ വെയിലത്ത് ഒളിച്ചിരിക്കുവാനോ ഏതെങ്കിലും മറയത്ത് ഒളിഞ്ഞിരിക്കുവാനോ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് അത്യുജ്വലമായി പ്രഖ്യാപിക്കുവാനും ആ പ്രഖ്യാപനത്തോട് സർവാത്മന ഒന്നിച്ചു നിൽക്കാനും ഐക്യപ്പെട്ടു നിൽക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ മനുഷ്യരോടും SIOവിൻ്റെ അഭിവാദ്യങ്ങൾ ഓരോ മനുഷ്യരും ഞാൻ ആദ്യമേ നേരുകയാണ്. നമ്മൾക്ക് സംശയിക്കാം, ഇതേതു മനുഷ്യനും നിർവഹിക്കേണ്ടുന്ന പ്രാഥമികമായ ബാധ്യതയാണല്ലോ എന്ന് നമ്മൾക്ക് ചോദിക്കാവുന്നതാണ്. നേരിനെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, നമ്മുടെ ഓർമ്മകളെക്കുറിച്ച്, നമ്മെക്കുറിച്ച് തന്നെ യാഥാർത്ഥ്യബോധമുള്ള ഏതു മനുഷ്യനും സ്വാഭാവികമായും നിർവഹിക്കേണ്ടുന്ന കടമയുടെയും ബാധ്യതയുടെയും നിർവഹണം മാത്രമാണ് ഇന്നിവിടെ നടക്കുന്നത്. പക്ഷേ നമ്മുടെ പരിതാവസ്ഥകൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാട് അങ്ങനെ സാധാരണ മനുഷ്യരെ നിർമ്മിച്ചെടുക്കുന്ന ചുറ്റുപാടുകളല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ രാജ്യത്ത്, ആ രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ സാധാരണ മനുഷ്യരെ കിട്ടാനില്ലാത്ത വിധം വിരളമായി പോയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മൾക്ക് തിരിച്ചറിയേണ്ടി വരികയാണ്. അവിടെയാണ് സാധാരണത്വം പോലും ഒരസാധാരണത്വമായി മാറുന്ന അതിസങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ചേർന്നിരിക്കുന്ന എൻ്റെയൊക്കെ പ്രായത്തിന് മുകളിലുള്ള ഏത് മനുഷ്യനും, 30-32 വയസ്സുള്ള ഏത് മനുഷ്യനും ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ, ഒരു പള്ളിയെ അവരുടെ ഓർമ്മയിൽ ഇന്നുമുണ്ട്. ഏതോ വിദൂര ഇന്നലകളെ കുറിച്ചല്ല, ഏതോ പഴംപുരാണങ്ങളെ കുറിച്ചല്ല, ദശാബ്ദങ്ങളുടെ അപ്പുറത്തുള്ള ഏതോ കാലത്തെക്കുറിച്ചല്ല. ഇവിടെ ഇരിക്കുന്ന 32 വയസ്സായ ഏത് മനുഷ്യനും അവരുടെ കൺമുന്നിലുണ്ടായിരുന്ന ഒരു പള്ളിയെക്കുറിച്ചാണ്. അവിടെ അങ്ങനെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നും അത് തകർക്കപ്പെട്ടത് അനീതിയായിരുന്നുവെന്നും അക്രമമായിരുന്നുവെന്നും ആ പള്ളി തകർക്കുവാനുള്ള കാരണമായി ബോധിപ്പിച്ച കാര്യങ്ങൾ
ലോകത്തിന് മുമ്പിൽ, സമൂഹത്തിന് മുന്നിൽ, രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെയും പൊള്ളയായിരുന്നുവെന്നും ആ പൊള്ളകൾക്ക് മേൽ അക്രമം നടത്തിയാണ് ആ പള്ളി പൊളിച്ചതെന്നും വിധിയെഴുതുമ്പോൾ തന്നെയാണ് വിധിവൈപര്യത്തിൻ്റെ വിധിയും സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും അവിടെ രാമക്ഷേത്രം പണിയാം എന്നാണ് നമ്മുടെ പരമോന്നത കോടതി ഉത്തരവിറക്കിയത്. ആ ഉത്തരവിറക്കിയ 2019 അതേ ദിനരാത്രങ്ങളിൽ ഇതേ സ്ഥലത്ത് ഇതേ വേദിയിൽ SIO പ്രഖ്യാപിച്ച കാര്യമാണ്, ആര് മൗനം കൊണ്ട് ആ വിധിയോടൊപ്പം നിന്നാലും ഞങ്ങളൊക്കെയും മിണ്ടാട്ടമില്ലാതെ കേട്ടുകൊള്ളാം എന്നനുസരണയുടെ വാലാട്ടിയാലും അനുസരണക്കേട് കാണിക്കുന്ന, അനീതിയോട് രാജിയാവാതെ നീതിയെക്കുറിച്ച് സംസാരിക്കുവാൻ തന്നെ തീരുമാനിക്കുന്ന ഒരു വിദ്യാർത്ഥി ചെറുപ്പത്തെ ഞങ്ങൾ നിർമ്മിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന്, ബാബരി മാത്രമാണ് നീതി എന്ന് രാജ്യം ഒന്നടങ്കം സൈലൻസിലേക്ക് പോയ, അഡ്മിൻ ഓൺലിയിലേക്ക് പോയ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേര് തന്നെയാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ വിദ്യാർത്ഥി സംഘത്തിന് ഈ 2024 അത് സംസാരിക്കുക തന്നെയേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ആരും മിണ്ടേണ്ടതില്ല എന്ന് തീരുമാനിക്കുമ്പോൾ, അതിനോട് സമരസപ്പെട്ട് കളയാം എന്ന് തീരുമാനിക്കുമ്പോൾ, അനീതി മുച്ചൂടും മുഴലിച്ചു നിൽക്കുമ്പോൾ അതിനോട് രാജിയായി കളയാം. നമ്മൾക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ നാളെയും നമ്മുടെ ഇന്നുമാണല്ലോ, അതിൻ്റെ സൗഖ്യമാണല്ലോ സുഖമെന്ന് വിചാരിച്ചു കളയുന്ന ഒരു കാലത്ത് അതല്ല, ജീവിതത്തിനൊരർത്ഥമുണ്ടെന്നും ആ അർത്ഥം നീതിയോടൊപ്പം നിൽക്കുന്നതിലാണ് എന്നും വിദ്യാർത്ഥി സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഈ അനീതിയോട് രാജിയാവാനോ അതിനോട് കണ്ണടച്ചു നിൽക്കുവാനോ സാധ്യമല്ല എന്നതാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ SIOവിന് മുതിരേണ്ടി വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ സൂചിപ്പിച്ചതുപോലെ 400-ലേറെ വർഷക്കാലം നമസ്കാരം നടന്ന ഒരു പള്ളി എവിടെയുണ്ട് എന്ന് ഈ നാട്ടിലെ സകലർക്കും അറിയാവുന്ന കാര്യമാണ്. അത് 20 വർഷത്തിലധികം കുഴിതോണ്ടിയിട്ടും ഒരടയാളവും കിട്ടാതെ പോയതും നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ നിന്ന് ക്ഷേത്രത്തിൻ്റെതോ രാമജന്മദിനത്തിൻ്റെതോ ആയ എന്തെങ്കിലും അടയാളങ്ങൾ ലഭിച്ചു എന്നൊരു ഔദ്യോഗിക രേഖയുമില്ല. ഈ കള്ളങ്ങൾക്കുമേൽ, പൊള്ളകൾക്കുമേൽ, ഇല്ലാത്ത വാദങ്ങൾക്കുമേൽ നിർമ്മിച്ചെടുക്കുന്ന ക്ഷേത്രമാണ് ഇന്നവിടെ നാളെ എവിടെ പ്രതിഷ്ഠയിലേക്ക് കടക്കുന്നത്. ധാരാളം ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ പ്രതിഷ്ഠയുടെ ഇല്ലായ്മയെക്കുറിച്ചൊക്കെയും സംസാരിച്ചിട്ടുണ്ട്. ആ രാമജന്മഭൂമി പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ചരിത്രത്തിലെ ഇന്നലകളിലൊക്കെയും അതിനെക്കുറിച്ച് സംസാരിച്ച ആളുകളുണ്ട്. ഇന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ അവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പല ആളുകളും പല വിധത്തിൽ പല റേഞ്ചിൽ അതിനോട് സംവദിക്കുന്നുണ്ട്. ഇതൊരു ഈ മതചടങ്ങിലേക്ക് രാഷ്ട്രീയത്തെ കൂട്ടിച്ചേർത്തതാണ് പ്രശ്നമെന്ന് പറയുന്നവരുണ്ട്. അവരെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദുത്വ ശക്തികൾക്കെതിരെ, അതിൻ്റെ എല്ലാ അരുതായ്മകൾക്കുമെതിരെ ഏത് വിധേനയും സംസാരിക്കുന്നവരെ അക്കമഡേറ്റ് ചെയ്യുവാനും അവരോട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനും ഞങ്ങൾക്ക് ഇടമുണ്ട്. അങ്ങനെ നിർവഹിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ രാമജന്മഭൂമി പ്രസ്ഥാനത്തെക്കുറിച്ച്, ആ പ്രശ്നത്തെക്കുറിച്ച്, അത് ഉടലെടുത്ത കാലഘട്ടത്തെക്കുറിച്ചും അത് ആ പ്രശ്നത്തെക്കുറിച്ച് തന്നെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഏത് മനുഷ്യനും അറിയാം, ആ ക്വസ്റ്റ്യൻ തന്നെ, ആ പ്രസ്ഥാനത്തിൻ്റെ ഉടലെടുപ്പ് തന്നെ രാഷ്ട്രീയമായിരുന്നു എന്ന് പച്ചവെള്ളം പോലെ നമുക്കറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ ആ പ്രശ്നത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുക, അത് തന്നെ രാഷ്ട്രീയമാണ് എന്ന് മനസ്സിലാക്കി അതിനെതിർ ചേരിയിൽ നിൽക്കുക എന്ന് പറയുന്ന ബാധ്യത നിർവഹിക്കുവാൻ ഇവിടെയുള്ള പൗരബോധമുള്ള ഓരോ മനുഷ്യനും ബാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സംസാരിച്ചല്ലോ, നീതിയെക്കുറിച്ച് സംസാരിക്കാതെ സമാധാനത്തെക്കുറിച്ച് വിലപിക്കുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്തമേ. അങ്ങനെയൊരു സമാധാനം പുലരില്ല, അങ്ങനെയൊരു സ്വസ്ഥത പുലരില്ല. നിങ്ങൾക്ക് അനീതി തടമാടിക്കൊണ്ട് സമാധാനം നാട്ടിൽ പുലർത്തുവാൻ കഴിയുമെന്നത് മിഥ്യാധാരണ മാത്രമാണ്. ആ സമാധാനത്തിന്റെ പുറന്തോടുകൾ പൊളിച്ചെഴുതുന്ന
ദിനരാത്രങ്ങൾ വരാതെ പോവുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹപ്രവർത്തകരോടും ഇവിടെ ചേർന്നിരിക്കുന്ന മനുഷ്യരോടും SIOവിൻ്റെ സ്നേഹവും അഭിവാദ്യങ്ങളും നേരുമ്പോൾ തന്നെ ഇത് നമ്മൾ കാലഘട്ടത്തിൽ നിർവഹിക്കുന്ന സ്തുത്യർഹമായ സേവനമാണെന്നും നമ്മൾ ഏറ്റവും കടുത്ത പോരാട്ടത്തിലേക്കാണ് എടുത്തെറിയപ്പെടുന്നതെന്നും അതിന് നെടുനായകത്വം വഹിക്കുവാനുള്ള ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് എന്നും സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നാളെയുടെ രാവുകളിൽ, നാളെയുടെ പകലുകളിൽ ഈ പോരാട്ടത്തിന് കൂടുതൽ കൂടുതൽ ശക്തി പകരുവാൻ നീതിയുടെയും സത്യത്തിൻ്റെയും വഴിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നേറുവാൻ കഴിയുന്ന ഐക്യബോധവും സാമൂഹിക ബോധവും ആർജിച്ചുകൊണ്ട് ഹിന്ദുത്വക്കെതിരെയുള്ള പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾ ഇനിയും ഉണ്ടാകണമെന്നാണ് SIOവിന് ആവശ്യപ്പെടാനുള്ളത്. ഈ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് കുറേ ആളുകളെ വിളിച്ചപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങൾക്കൊരാശ്വാസമുണ്ടായി. നമ്മൾ വിചാരിക്കുന്നത് പോലെ കൂരടഞ്ഞു പോയ, ഇരുടഞ്ഞു പോയ, എല്ലാവരുടെയും ഇരുട്ടായി പോയ ഒരു ലോകമൊന്നുമല്ല. വെളിച്ചത്തെ ആഗ്രഹിക്കുന്ന, സ്നേഹത്തെ ആഗ്രഹിക്കുന്ന, നീതിയോട് അങ്ങേയറ്റം പ്രതിബദ്ധതയുള്ള ഒരൊറ്റനേകം മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ഞങ്ങളുടെ വിളി കേട്ടെത്തിയിട്ടുള്ള പ്രിയങ്കരായ ഈ പരിപാടിയിലെ അതിഥികൾ, അവരോട് ഞങ്ങളുടെ സ്നേഹം ഈ വേദിയിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അവരെ അഭിവാദ്യം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അവർക്കും വേണമെങ്കിൽ വരാതിരിക്കാമായിരുന്നു, അവർക്കും വേണമെങ്കിൽ ഞങ്ങളുടെ ക്ഷണം നിരസിക്കാമായിരുന്നു. ആരും ചോദിക്കുവാനോ ആരെങ്കിലും അവരെക്കുറിച്ച് എന്തെങ്കിലും പറയുവാനോ ഒന്നുമില്ല. പക്ഷേ നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും അവർക്കൊരു ബോധ്യമുണ്ട്. അതിനോടൊപ്പം നിൽക്കാതെ, കാലഘട്ടത്തിൽ അതിനോടൊപ്പം നിൽക്കാതെ പോയാൽ സ്വയം മനസ്സാക്ഷിയോടുള്ള ചോദ്യത്തിൽ ഉത്തരം ലഭിക്കാതെ പോകുമെന്ന ബോധ്യമാണ് അവർ ഈ സംഗമത്തിലേക്ക് എത്തിയിട്ടുള്ളത് എങ്കിൽ, പ്രിയമുള്ളവരെ, പുതിയ കാലത്തെക്കുറിച്ച്, പുതിയ ലോകത്തെക്കുറിച്ച്, നീതി പുലരുന്ന ഒരു കാലത്തെയും ലോകത്തെയും കുറിച്ചുള്ള പ്രതീക്ഷകളും അതിനുവേണ്ടിയുള്ള സംവാദങ്ങളും അതിനുവേണ്ടിയുള്ള ഐക്യപ്പെടലുകളും ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കിനിയും മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അങ്ങനെ നീതി പുലരുന്ന ബാബരിയുടെ മണ്ണിൽ ബാബരി തന്നെ പടുത്തുയർത്തപ്പെടുന്ന, റീബിൽഡ് ബാബരി എന്ന് പറയുന്ന ആവശ്യത്തെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു നാളെയിലേക്ക് നമ്മൾക്ക് നടന്നെടുക്കുവാൻ കഴിയുക തന്നെ ചെയ്യും. അത് നിർമ്മിച്ചെടുക്കുവാൻ നീതിബോധമുള്ള മനുഷ്യർ ഒന്നിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഹിന്ദുത്വ വംശീയതാ വിരുദ്ധ സമ്മേളനത്തിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും SIOവിൻ്റെ അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, ദൈവത്തിന് സ്തുതി. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.